DMK-യുടെ ഒരു RS ഭാരതി എന്നുള്ള ഒരു നേതാവ് കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാല് ഈ തമിഴ്നാടിന് ദോഷമില്ല എങ്കിൽ എതിർക്കില്ലെന്നുള്ളതാണ് അവരുടെ നിലപാട്. പിന്നെ ഈ അന്ധമായിട്ട് എല്ലാത്തിനെയും എതിർക്കണം. ഗാന്ധിജി എന്ന് പറഞ്ഞിരുന്നു എല്ലാ തമിഴിലും ബില്ലിനെ എതിർക്കണമെന്നുള്ളത്. പക്ഷെ അത് അങ്ങനെ അന്ധമായി ഒന്നിനെ എതിർക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം. അല്ല, അതിപ്പോ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിപ്പോൾ ആരും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഈ ബില്ലിനെ കത്തിച്ച ആളാണ് ബഹുമാനപ്പെട്ട അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു സ്റ്റാലിൻ. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതിൽ മാറ്റം വരുത്തേണ്ട സമയമായിട്ടുണ്ടോ? BJP-യുടെ നയത്തിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ? ഇവരുടെ അജണ്ടയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് ഈ ബില്ല് പാസ്സാക്കാൻ അനുവദിക്കില്ല. ഈ രാജ്യസഭയിലടക്കം ഇന്നലെ ഉണ്ടായതെന്ന് വെച്ചാൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അധ്യക്ഷൻ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ. ഇപ്പൊ രാജ്യസഭയിൽ ഇന്നലെ ലോക്സഭയിൽ നിങ്ങൾ കണ്ടില്ലേ, കിരൺ റിജ്ജു അനാവശ്യമായിട്ട് 4-5 പ്രാവശ്യം എന്റെ പേര് വലിച്ചയച്ചു. സാധാരണഗതിയിൽ ഒരു മെമ്പറുടെ മറ്റൊരു മെമ്പറുടെ പേരെടുത്താൽ ആ മെമ്പർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട അവകാശം സഭാ കീഴ്വഴക്കങ്ങളുടെ ഭാഗമാണ്. അത് ഏത് സഭയിലായാലും അങ്ങനെ തന്നെ. ഇപ്പൊ മറ്റൊരു മെമ്പറുടെ പേര് അത് മന്ത്രിയാണ് എടുത്തിരിക്കുന്നത്. അതെനിക്ക് അവസരം തന്നില്ല ചോദിച്ചപ്പോൾ. ആ അവസരം തരാതെ ചെയറും എന്താ ചെയ്യുന്നത്? ആ റൂളിങ്ങിനെ ശക്തിപ്പെടുത്തുന്ന രീതി പറയുക. ഇത് ഈ പാർലമെന്റ് എന്ന് പറയുന്നത് എല്ലാ ശബ്ദങ്ങളും ഉണ്ടാവേണ്ട പാർലമെന്റ് അല്ലേ? അതനുവദിക്കില്ല. മൈക്കെന്ന് പറയുന്നത് ഭരണപക്ഷത്തിന് വേണ്ടി മാത്രമാക്കിയിരിക്കുകയാണ്. അല്ലാത്തപ്പോൾ ശാന്തമായി പാർലമെന്റ് നടക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് മൈക്ക് കിട്ടിയെങ്കിലായി. അപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു വാചകം സർക്കാരിനെതിരായാൽ അപ്പോൾ കട്ടാണ്, അല്ലെങ്കിൽ സഭാരേഖകൾ നീക്കം ചെയ്യും. ഒന്നുകിൽ സഭാരേഖകൾ നീക്കം ചെയ്യും, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യും. ഇതാണ് ഇവിടെ പാർലമെന്ററി സിസ്റ്റം. പ്രതിപക്ഷം ഇങ്ങനെ ശക്തമായിട്ട് പ്രതിഷേധം തുടരുമ്പോൾ ചർച്ച കൂടാതെ ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിന് തിരിച്ച് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളൊന്നും ബില്ലെന്തായാലും പാസ്സാക്കാൻ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ. സാധാരണ ബില്ലുകൾ പാസ്സാക്കാൻ ഭൂരിപക്ഷം അവർക്കുണ്ട്. അവരുടെ മെമ്പർമാരാണ് കൂടുതൽ സമയം എടുക്കുന്നത്. നമ്മുടെ മെമ്പർമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സംസാരിച്ചിട്ട് മറ്റെന്തെങ്കിലും വിഷയം സംസാരിച്ചാൽ അപ്പം അത് മൈക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ രേഖയിലും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധം കൃത്യമായിട്ടും, പിന്നെ നിങ്ങൾ അത് പറയുമ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിമാരുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഗതികേട് മറ്റൊരു മന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ? സഭയിൽ വരാൻ പറ്റാത്തൊരവസ്ഥ. അദ്ദേഹമല്ലേ എല്ലാ ബില്ലുകളുടെയും. അപ്പം ഈ കുട്ടികളുടെ ബില്ല് തന്നെ പിന്നെ നമ്മുടെ അല്ലല്ല നമ്മുടെ പിന്നെ വിദ്യാർത്ഥികളെ പരീക്ഷ ബില്ല് തന്നെ. സാധാരണ ഇത്തരം ബില്ലുകൾ വന്നാൽ അമിത്ഷാ വന്നിരുന്നു, അവിടെ ഇരുന്ന് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ആൾ പ്രസംഗിക്കും, ഞങ്ങളാരെങ്കിലും പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഇടപെടും. അദ്ദേഹം ആ ഭാഗത്തേക്ക് വന്നില്ല അന്നും. ജനനമരണ രജിസ്ട്രാർ, ജുഡീഷ്യറി ബില്ല്, ഇത് രണ്ടും അദ്ദേഹത്തിന് പൈലറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേരിലല്ലേ നോട്ടീസ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം വന്നില്ലല്ലോ. വരുന്നില്ല. അല്ല, വനിതാ സംവരണ ബില്ല് ഞങ്ങളൊരു നിർദ്ദേശം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വനിതാ സംവരണ ബില്ല് 2029 നടപ്പിലാക്കണം താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ വെൽക്കം ചെയ്യും. നിലവിലുള്ള സിസ്റ്റം വെച്ചിട്ട് അത് നടപ്പാക്കിക്കണം. എന്താ സംശയം? നിയമസഭകളിലും ലോക്സഭയിലും നിലവിലുള്ള സ്ട്രെങ്ത് വെച്ച് 1/3 വനിതകൾക്ക് കൊടുക്കണം. ഒരു പ്രശ്നമില്ലല്ലോ. അല്ലല്ല, അതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് വളരെ കൺസേൺ ഉണ്ട്. രാഹുൽ ഗാന്ധി ആ കൺസേൺ ചീഫ് മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഡെലിഗേഷൻ ഇന്നലെ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു. ഞങ്ങളുടെ ഇൻചാർജ്, ആ സ്റ്റേറ്റിലെ ഇൻചാർജും അവിടുത്തെ ആളും NSUയും യൂത്ത് കോൺഗ്രസും ആ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സന്ദർശിച്ച് അവിടെ പോയി ഇരുന്നിരുന്നു. ഞങ്ങൾ കുട്ടികൾ എവിടെ നടത്തിയാലും, കേരളത്തിൽ നടത്തിയാലും ജാർഖണ്ഡിൽ നടത്തിയാലും, കുട്ടികൾ എവിടെയും വിദ്യാഭ്യാസപരമായ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സമരം നടത്തിയാൽ അത് അവരോട് കേൾക്കാനും അവരോട് ചർച്ച ചെയ്യാനും തയ്യാറാണെന്നുള്ള നിലപാടിൽ ഒരു വ്യത്യാസമില്ല. അത് എല്ലായിടത്തും. അല്ല, കേന്ദ്രം സ്വാഭാവികമായിട്ടും ചെയ്യണമല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് മെമ്മോറണ്ടം വരുമായിരിക്കും. പക്ഷെ ആ മെമ്മോറണ്ടത്തിനനുസരിച്ച് സ്റ്റേറ്റിലെ നമ്മൾ MPമാരെല്ലാം ശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടത് കേന്ദ്ര സഹായം ഉണ്ടാകും. ഇപ്പോൾ 27 പേരോളം മരിച്ചു കഴിഞ്ഞു ഇന്നലത്തെ പോലെ തന്നെ. അപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ, സത്യത്തിൽ പ്രളയ സമാനമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. കേന്ദ്ര സഹായം നിർബന്ധമായിട്ടും ഉണ്ടാവണമല്ലോ അതിനകത്ത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന വിമർശനം പൊതുവിൽ അല്ല, അതിപ്പം പറയാനല്ല ഇത് കേന്ദ്രത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം ആരാത് തന്നതെന്ന് എനിക്കറിയില്ല. പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തു, പലരും എന്നോട് ചോദിച്ചു. ആ ഡേറ്റ് തന്നെ തെറ്റല്ലേ? 16, 17, 18, 16 ഞായറാഴ്ചയല്ലേ സഭ കൂടുക? അല്ല, അത് ഇന്നലെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ തന്നെ നിഷേധിച്ചല്ലോ. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അല്ലല്ല, ദയവച്ച് സഹായിച്ച് ഞാനിപ്പോ ദേശീയ വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തുകയാണ്. അപ്പോൾ
അതൊക്കെ ഈ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന്റെ ശൈലിയാണ് ഇപ്പോൾ അവിടെ കേരളത്തിൽ. അതിലൊക്കെ ഒന്നും ഞാൻ ഇവിടെ മുഖ്യമന്ത്രി കുറച്ചുകൂടെ ശൈലിയിലൊന്നും ഇതാവട്ടെ. ഞാൻ മുഖ്യമന്ത്രിയുടെ ശൈലി പറയുന്നത് ആരാ? പഴയ മുഖ്യമന്ത്രിയല്ലേ. ഞാനിപ്പോ ഒരു കാലത്ത് PM ശ്രീ ഉദാഹരണത്തിന് ഞാൻ കേട്ടു മുഖ്യമന്ത്രി ഇങ്ങനെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത്. കോൺഗ്രസ് ആരാണ് ഇത് ഡൈലൂട്ട് ചെയ്തത്? CPI മന്ത്രിമാരെ പോലും അറിയാതെ ഇവിടെ വന്ന് കരാറിൽ ഒപ്പിട്ടത് ആരാണ്? എന്നിട്ട് പറഞ്ഞതെന്താണ്? 2000 കോടി നഷ്ടപ്പെടുന്നു. ഞാൻ അതിന്റെ കണക്കെടുത്തു കഴിഞ്ഞ ദിവസം. മധ്യപ്രദേശിൽ പോലും കിട്ടിയത് കഴിഞ്ഞ 5 കൊല്ലം കൂടി കൂട്ടിയത് എത്ര അറിയോ? 700 കോടിയുടെ അടുത്ത്. കർണാടകം നമ്മൾ ഭരിക്കുന്ന സ്റ്റേറ്റാണ്. അവിടെ ചോദിച്ചപ്പോൾ 3 കൊല്ലം കൊണ്ട് കിട്ടിയത് 238 കോടി. ഇതിനെയാണ് പർവ്വതീകരിച്ച് ആയിരക്കണക്കിന് കോടി നഷ്ടം വരാൻ വേണ്ടി പോവാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയോ? ഇവരുടെ വിദ്യാഭ്യാസ അജണ്ടകളെല്ലാം കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണ്. ആ കാവ്യവൽക്കരിക്കാനുള്ള അജണ്ടകളെ നിന്നുകൊടുക്കാൻ എന്തുകൊണ്ട് പിണറായിയും തയ്യാറായി? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വാസ്റ്റാൻ വളരെ ക്ലിയറാണ് അക്കാര്യത്തിൽ. നരേന്ദ്രമോദിയുടെ കാവ്യവൽക്കരണ അജണ്ടക്ക് ഇത് ഇന്ത്യാതലത്തിൽ നടക്കുന്ന പ്രക്ഷോഭം അതിന്റെ ഭാഗമായിട്ടാണ്. വെറും കേവലം ഒരു പ്രശ്നത്തിന് പുറത്തല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റം ഹൈജാക്ക് ചെയ്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നിർവീര്യമാക്കുന്ന മോഡി ഗവൺമെന്റിനെതിരായിട്ടാണ് ദേശീയ തലത്തിൽ പോരാട്ടം. വലിയ പ്രശ്നം ഉണ്ടാവുന്ന അവിടെ CM ഒക്കെ പറഞ്ഞെങ്കിലും പക്ഷേ കേന്ദ്രം പറഞ്ഞ ഒരു പ്രശ്നവും ഇതിന്റെ ഫണ്ട് കിട്ടുകയെന്നുള്ളത് മാത്രമാണ്. അല്ല, അതിന്റെ അപ്പോൾ സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതനുസരിച്ച് ഗവൺമെന്റ് തീരുമാനം എടുക്കുമായിരിക്കും. കോൺഗ്രസിന് അക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്, UDF-നും ഉണ്ട് അക്കാര്യത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ ആക്രമിക്കുന്നതിന്റെ തമാശയാണ് ഞാനിതിന്റെ പറഞ്ഞു വരുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ ഉപജ്ഞാതാവ് തന്നെ ഇപ്പൊ വന്നിട്ട് ഞങ്ങളെ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുക.